എഴുന്നേറ്റ്. ആരാ കൊന്നേ? ആ തമ്പ്രാൻ തന്നെ, ഭ്രാന്ത് എടുത്തിരിക്കുന്ന ആ തമ്പ്രാൻ തന്നെ, നിങ്ങളുടെ മോൻ. എന്റെ മോനോ? ആ ഒറ്റനെ തന്നെ, മോൻ തന്നെ. ഇപ്രാവശ്യം കാട്ടി വരാൻ തമ്പുരാട്ടി. ഇപ്രാവശ്യം ഞങ്ങൾ വിടില്ല തമ്പുരാട്ടി. ഈ കോവിലെ ഞങ്ങൾ ചുട്ടരിക്കും, കണ്ടോ? വളർത്തണ്ട. ഇതൊക്കെ കൊത്തനെയാ? അപ്പൊ കൊത്തനെയാ കൊന്നേ? എന്താ അമ്മേ, ഞാൻ എന്ത് ചെയ്തു? അങ്ങനെ എന്റെ മോനെ രക്ഷിച്ചു തരണേ. ഞാൻ ഈ കോലവും എല്ലാം വിറ്റ് എന്ത് വേണമെങ്കിലും തന്നേക്കാമേ. എന്തോട്ടാ വെട്ടിയത്? വാളുണ്ടാ? താൻ കണ്ടോ? കണ്ടതാ സാറേ. താൻ കണ്ടോ? ഇല്ല, കണ്ടു. ഇപ്രാവശ്യം ആ തമ്പുരാനെ വെറുതെ വിടരുത് കേട്ടോ. കയ്യോടെ പിടിക്കണം സാറേ. വിടല്ലേ, അയാൾ ആരുമില്ലേ ഇവിടെ? എന്താ ആരുമില്ലേ ഇവിടെ? പോലീസ്. അയ്യോ, പോലീസ്! അയ്യോ, എന്റെ മോനെ കൊണ്ടുപോകല്ലേ! അയ്യോ, എന്റെ മോനെ കൊണ്ടുപോകല്ലേ! പക്ഷേ നമ്പരാ ഇല്ലേ ഇവിടെ? ഉണ്ടേ. എവിടെ? എവിടെയാണെന്നാ ചോദിച്ചത്? ഉറങ്ങാണേ. ആട്ടെ, പോയി കൊണ്ടുവരൂ. കൊണ്ടുവരാനല്ലേ പറഞ്ഞത്? അവന്റെ തലയ്ക്ക് സ്ഥിരമില്ലാണ്ട് ചെയ്തതാണ്. അതൊക്കെ നാട്ടിയാ സാറേ, അതിനൊന്നും മയങ്ങണ്ട. അയ്യോ, കൊണ്ടുപോകല്ലേ! എന്റെ മോനെ കൊണ്ടുപോകല്ലേ! സമയം കളയണ്ട, വിളിച്ചോണ്ട് വരും. തമ്പുരാനെ വിളിച്ചോണ്ട് വരൂ. എന്തിനാ? ഏതായി പെണ്ണ്? കൊച്ചനിയന്റെ ഭാര്യ. ഓഹോ സാർ, ആ പത്രത്തിലൊന്നും ന്യൂസില്ലേ? അതിലെ കക്ഷിയാ. ശരി, കൊച്ചനിയനെ വിളിക്കൂ. എന്തിനാ? എന്തിനാണ് നിനക്കറിയില്ലേ? ഇല്ല. കൊലപാതകം ചെയ്തതിന്, ആ അപ്പുണ്ടെ കൊന്നതിന്. തമ്പുരാൻ ആരെയും വെട്ടിക്കൊന്നിട്ടില്ല. പിന്നെ ആരടി വെട്ടി? ഞാനാ വെട്ടിയത്. മീനു, എന്റെ മോളെ! അയ്യോ, മീനു അല്ല വെട്ടിയത്, എന്റെ മോനെ. കൊച്ചനിയനാ വെട്ടിയെ. തമ്പുരാനാ വെട്ടിയത്. തമ്പുരാൻ അമ്മ പറയുന്നല്ലോ, എന്നിട്ട് അമ്മാവനും പറയുന്നുണ്ടല്ലോ. അവരാരും ഞാൻ വെട്ടുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ആഹാ, ഇവിടെ കസ്റ്റഡിയിലെടുക്കും. മീനുനെ കൊണ്ടുപോകാൻ. തമ്പുരാൻ എവിടെ? ആരാത്? ഇരുന്നോളൂ. മീനു മോളെ, നീ എന്തിനിങ്ങനെ പറഞ്ഞു മോളെ? ആർക്കു വേണ്ടി? അമ്മേ, ഈ കുടുംബം ഇങ്ങനെയായത് ഞാൻ കാരണമാണ്. ഞാൻ ഒരുക്കി കാരണം. ഈ കോലത്തിന്റെ മാനം രക്ഷിക്കാൻ എനിക്കിത് ഇത്രേ ചെയ്യാൻ കഴിയൂ. നീ
പൊന്നു